എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് കേരളത്തിൽ വരാൻ പോകുന്ന ഇലക്ഷൻ, അസംബ്ലി ഇലക്ഷനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഇലക്ഷൻ റിസൾട്ടുകളൊന്നുമല്ല, ഒരു അവസ്ഥയെ പറ്റിയാണ്, കേരളത്തിലെ വോട്ടേഴ്സിന്റെ ഒരു അവസ്ഥ. അതായത് നമ്മൾ ഈ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, ഇപ്പോ അതായത് ചെകുത്താനും കടലിനും ഇടയിലും. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ വോട്ടേഴ്സ് ചെകുത്താനും കടലിനും ഹോർമൂസ് കടലിടുക്കിനും ഇടയിലാണെന്ന് വേണേൽ പറഞ്ഞത്. കാര്യം എന്ന് വെച്ചാല് മൂന്ന് മുന്നണികളിലെ ബി ജെ പി ഭരണം പിടിക്കാനുള്ള സാധ്യതയൊന്നും യാസ് ഓഫ് നവോ അടുത്ത കാലത്തൊന്നും കാണുന്നില്ലെങ്കിലും അവർക്ക് കുറച്ച് സീറ്റുകൾ പിടിച്ചൊരു നിർണായക ശക്തിയാക്കി ഒരു ഗവൺമെന്റ് ആരുണ്ടാക്കണം എന്ന് തീരുമാനിക്കാൻ പാകത്തിൽ ചിലപ്പോൾ ആകാനുള്ള സാധ്യത ഉണ്ടാകാം, എനിക്കറിയില്ല. പക്ഷെ ഫലങ്ങളൊക്കെ കാണുന്ന ചില സർവേകള് 70 സീറ്റും ചിലത് 2 സീറ്റും എന്നൊക്കെ പറയും. 10 സീറ്റൊന്നും പോകാനുള്ള സാധ്യതയില്ല. പക്ഷെ 10 സീറ്റ് തന്നെ 140 സീറ്റിലെ നിർണായകമാണ്. അപ്പം ഇത് നമ്മൾ ആദ്യം നമുക്ക് ഈ LDF തന്നെ എടുക്കാം. LDF ഇപ്പം 10 വർഷം 2 ടേംസ് കഴിഞ്ഞ് മൂന്നാമത്തെ ടേംസിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെ ഭരണം നിലനിർത്തുവാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പല ഇടതുപക്ഷ ചിന്താഗതിക്കാർ, ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നത്, ഈ പാർട്ടി വർക്കേഴ്സ് അല്ല ഞാൻ മീൻ ചെയ്ത്, പാർട്ടിയുടെ ലീഡർഷിപ്പ് ഒന്നുമല്ല, അല്ലാത്ത ആൾക്കാർ സച്ചിദാനന്ദനെ പോലെ അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി അവരുടെ ഫലം, അവരുടെ ഗുണം സ്വീകരിക്കുന്ന ആൾക്കാരെന്നൊക്കെ വേണേൽ പറയാമെങ്കിലും ഈ ഇടതുപക്ഷ ചിന്താഗതിയുള്ള കുറെ ആൾക്കാര് ഈ LDF അടുത്ത മൂന്നാമത്തെ ടൈം വരരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം അവരുടെ ഭീതി എന്താണെന്ന് ചോദിച്ചാല് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതായിരിക്കും മിക്കവാറും. പലരും പറയുന്നത് ഇത് തന്നെയാണ് അവസാനത്തെ കോൺഗ്രസ് LDF അല്ലെ CPM-ന്റെ കേരളത്തിലെ ഇന്ത്യയിലെയും ഭരണമെന്ന് പറയാറുണ്ട്. മൂന്നാമത്തെ ആയാലും സ്കൂളിലാകാനുള്ള സാധ്യത നമ്മൾ കണ്ടതാണ് ത്രിപുരയിലും വെസ്റ്റ് ബംഗാളിലും ഒക്കെ. കാര്യം ഇവർക്കൊരു ഇതുണ്ട്, അവര് ഭയങ്കര ഒരു ഭരണം അല്ലെ എന്താ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ധാർഷ്ട്യവും അഹംഭാവവും, പിന്നെ ആരും ചോദിക്കാറില്ല, എന്തും ചെയ്യാം. ഇനിയും പിന്നെ അത് തന്നെയല്ല, ഇനിയത്തേത് കുറച്ചുകൂടെ ഇന്നഫിഷ്യന്റ് ആയിട്ടുള്ള ഭരണമാണുള്ള സാധ്യത. കാര്യം ഇനി ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അത് തന്നെയല്ലേ പിണറായി വിജയൻ 80 വയസ്സും കഴിയും. പിന്നെ പാർട്ടിയിലെ ഒത്തിരി പടലപ്പിടക്കങ്ങളുണ്ട്, നമുക്ക് കണ്ടാണ്. പിന്നെ PK ശശിയെ പോലെ, സുധാകരനെ പോലെയൊക്കെ പാർട്ടിയുടെ വളരെ ഉന്നത സ്ഥാനത്തിരുന്ന ആൾക്കാര് ശോഭനൻ ഒക്കെ പാർട്ടി വിട്ട് UDF പോയി ഇലക്ഷൻ നിൽക്കുക. അതുപോലെ ചിലരൊക്കെ BJP പോയിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ പാർട്ടികളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൂറുമാറ്റവും ഒക്കെ കാണിക്കുന്നുണ്ട്. അത് സീറ്റ് കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. കാര്യം ഇന്നലെ വരെ വളരെ മോശമായ രീതിയിൽ പാർട്ടിയെയും പാർട്ടിയുടെ നേതാക്കന്മാരെയും മോശമായ രീതിയിൽ ചിത്രീകരിച്ച ആൾക്കാരാണ് ഇപ്പം വന്നിട്ട് ആ പാർട്ടിക്കും ആ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് കീഴെ വിളിക്കേണ്ട അവസ്ഥ. എത്ര ഉളുപ്പില്ലാത്ത രീതിയിലാണ് പല ഇങ്ങനെ ചില ആൾക്കാർ ചെയ്യുന്നതാണ്. എനിവേ, നമ്മള് ഇപ്പൊ ഈ LDF-ന്റെ കാര്യം എടുത്തു കഴിഞ്ഞാല് BJPക്ക് BJPക്കാണെങ്കിൽ LDF ഈ പ്രാവശ്യം ജയിക്കണമെന്നാണ്. അപ്പൊ അതിനുവേണ്ടി അവര് BDS സജഷനൊക്കെ പറയുന്ന അതിനുവേണ്ടി അതായത് BJP രണ്ടാമത് വന്നിട്ടുള്ള സീറ്റ് പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പിന്നെ അവിടെ ഇവര് ഒത്തുകളിക്കുന്നുണ്ട്. അതായത് BJP ജയിക്കാൻ സാധ്യതയുള്ളിടത്ത് CPM മോശം പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തി തിരിച്ചും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗുണം ചെയ്യാൻ അവർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ BJPക്ക് LDF ജയിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിനൊരു കാരണം, അതിനൊരു ലോജിക്കുണ്ട്. എന്താണെന്ന് ചോദിച്ചാല് ഇപ്പൊ ഞാൻ പറയും, ഇപ്പം BJPയുടെ പെർസെന്റേജ് ഓഫ് വോട്ട് എന്ന് പറഞ്ഞാൽ 15%. അതെനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ വളരാനുള്ള സാധ്യതയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ BJPയുടെ വോട്ട്സ് എല്ലാം ഈ സവർണ ഹിന്ദുസ് ആണ്, നായർസ് ആണ്, മനസ്സിലായി. അത് അല്ലാതെ അവിടുന്ന് ഇപ്പം അതിന് താഴെയുള്ള അങ്ങനെയുള്ള ആൾക്കാര് അവർക്ക് വോട്ട് ചെയ്യുന്നില്ല. അത് BJDSനെ ഒക്കെ ചേർത്തത് കൊണ്ടൊന്നും വെള്ളാപ്പള്ളി പറഞ്ഞതുകൊണ്ടൊന്നും ഈഴവരെ വോട്ട് ചെയ്തിട്ടൊന്നുമില്ല BJPക്ക്. അവര് മോസ്റ്റ് ഓഫ് ദം ഒന്നുകില് മെജോറിറ്റി CPM-ന്റെ കൂടെയാണ്, കുറച്ചുപേര് കോൺഗ്രസിലും ഉണ്ട്. അപ്പൊ അവര് ഈ BJPയുടെ ഭാഗങ്ങളിലോ അവരുടെ ചിന്താഗതിയിലൊന്നും വീഴാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പം ആ 15% വളരുന്നുണ്ടെങ്കിൽ ഇപ്പം വേറെ ഇപ്പം ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, ഇപ്പൊ ക്രിസ്ത്യൻസ് ആണ് അവരെ സംബന്ധിച്ചുള്ള ഒരു
ഒരു സാധ്യതയുള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത്. അതിന് മുസ്ലിങ്ങളെ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി അരക്ഷിതാവസ്ഥ ഉണ്ടെന്ന് പറ്റി തീർക്കുകയും ഒക്കെ ചെയ്തിട്ട് കുറച്ച് വോട്ട് നമ്മള് തൃശ്ശൂരിലെ പിന്നെ സുരേഷ് ഗോപി ജയിച്ചതിനൊക്കെ കാരണം ഇസ്ലാമിക് വോട്ട് തന്നെയാണെന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പൊ അതാണ്. അല്ലാതെ ഈ 15% അല്ലാതെ ഓർഗാനിക് ആയിട്ട് വളരാനുള്ള ഒരു സാധ്യത കേരളത്തിൽ ഇല്ലെന്നുള്ളതാണ് സത്യം. അതിന് വേറെ കമ്മ്യൂണിറ്റീസിന്റെ സപ്പോർട്ടോടു കൂടിയേ ഉള്ളൂ. അപ്പൊ അത് ക്രിസ്ത്യൻസിലെ കുറെ വിഭാഗങ്ങള് ഈ മുസ്ലിം വിരോധം കൊണ്ട് മാത്രം. കാര്യം മുസ്ലിം വിരോധത്തിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം രാഷ്ട്രീയത്തിലും സമൂഹത്തിലും ഈ അവരുടെ പെർസെന്റേജ് അബൌട്ട് 30% ആയി, ക്രിസ്ത്യൻസ് 20% താഴെ ആവുകയും അതുകൊണ്ട് പ്രാതിനിധ്യങ്ങൾ കുറയുകയും ചില ആനുകൂല്യങ്ങളൊക്കെ കിട്ടാതെ വരികയും അവർക്ക് കിട്ടുകയൊക്കെ ചെയ്യുന്നതിന്റെ സ്പർദ്ധകള് ഉണ്ട്. അത് ചില ഇപ്പൊ കാസ പോലുള്ള കുറെ സംഘടനകളൊക്കെ അത് മുതലെടുക്കുകയും ഒരു സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേരളത്തിലെ ക്രിസ്ത്യൻസിന് അരക്ഷിതാവസ്ഥയായിരിക്കും, അവരെ നോക്കാൻ ആരുമില്ല. UDFിലായാലും മുസ്ലിം ലീഗിനെ പീഡിപ്പിക്കും, പിന്നെ ജമാഅത്ത് ഇസ്ലാമി അങ്ങനെയുള്ള പാർട്ടികളുമായിട്ട് ചങ്ങാത്തം കൂടും. പിന്നെ CPMലായാലും അവർ മുസ്ലിം പീഡനം ശരിക്കും നടത്തുന്നുണ്ടെന്ന് നമുക്ക് പ്രത്യക്ഷമായിട്ട് അറിയാം. അപ്പൊ അങ്ങനെ ഒരവസ്ഥയില് ഈ ക്രിസ്ത്യൻസിനെ അത്ര വലിയ കാര്യമായിട്ട് അവർ നോക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിന് കുറച്ച് LDFിലാണെങ്കിൽ വളരെ കോൺഗ്രസ് ഉണ്ട്, അപ്പൊ അത് കുറച്ചുകൊണ്ടൊക്കെ അങ്ങനെ കിട്ടുമെന്നൊക്കെ ഉള്ളൊരു ധാരണ. പക്ഷെ അപ്പം ക്രിസ്ത്യൻസിനിടയിൽ ഒരു ധാരണ ഉണ്ടാക്കുന്നത് ഇതാണ്. അതായത് ഇവർക്ക് പിന്നെ പോകാനുള്ളൊരു ഇത് BJP മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഒരു നരേറ്റീവ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ കുറെ ആൾക്കാരെ ഇപ്പം സാബു 2020 സാബുവിനെ പിടിച്ച് അത് ക്രിസ്ത്യൻസിന്റെ മുഖമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. പുള്ളി നിർത്തിയ പിന്നെ ആൾക്കാരെല്ലാം നായന്മാരും ഒക്കെയാണ്. അത് ചിലർക്ക് വോട്ടില്ലാതെയും ഒക്കെ പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ സാബുവിന്റെ കേരളത്തിലൊന്നും കഴക്കൂട്ടത്തെയോ അവിടെ ഒരു പഞ്ചായത്ത് ഭരിച്ചതുകൊണ്ട് അതിന്റെ ഇതൊന്നും മറ്റുള്ളവർക്കൊന്നും സാബുവിന് വലിയ വേരോട്ടം ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഒന്നുമില്ല. BJDസിനും എനിക്ക് തോന്നുന്നില്ല അത്ര കാര്യമായ ഈ ഈഴവരുടെ വോട്ടെല്ലാം വെള്ളാപ്പള്ളിക്ക് BJDസിൽ കൂടെ ഇവിടെ കൊണ്ടെത്തിക്കാവുന്നു. സോ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പക്ഷെ കേരളത്തിലെ ക്രിസ്ത്യൻസിന് ഒരു പരിധി വരെ ഇപ്പൊ ഇങ്ങനെ വളരെ പല കാരണങ്ങൾ കൊണ്ട്, മേ ബി അത് പല പല കാരണങ്ങൾ കൊണ്ടായിരിക്കും BJPയുമായിട്ട് ചില സെക്ഷൻസ് ഒക്കെ അടുക്കാൻ നോക്കുന്നത്. പക്ഷെ പലർക്കും അറിയാം ഈ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നത് എന്താണെന്ന്. ഇവിടെ BJP ഒരു കാലത്ത് ഭരണം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ അവസ്ഥ എന്താണ്, ക്രിസ്ത്യൻസിനും മറ്റുള്ള ന്യൂനപക്ഷത്തിന്റെ അവസ്ഥ എന്താണ്, ഇവിടെ എന്തെല്ലാം എന്താ പറയുന്നത് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അതുപോലെ ഇതുവരെ നടന്നുപോയ പല കാര്യങ്ങളിലും പല മാറ്റങ്ങളും ഉണ്ടാവും. നമ്മൾ ഫെസ്റ്റിവൽസ് ആഘോഷിച്ചത്, ഇവിടെ ഫെസ്റ്റിവൽസിന് കൊടുക്കുന്ന അവധികള്, പിന്നെ ഇവിടുത്തെ ഭക്ഷണ രീതികള്, ഇതെല്ലാം മാറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ചർച്ച് ഓരോ മതപരമായിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് ഉള്ള അതിനുമേലുള്ള കടന്നു ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഇന്നല്ലെങ്കിൽ വോട്ട് കിട്ടി കഴിഞ്ഞാൽ. പിന്നെ വേറൊരു കാര്യം, കുറച്ച് നിയന്ത്രണം വരാൻ സാധ്യത പറഞ്ഞാൽ വീണ്ടും ഇലക്ഷൻ കിട്ടുമ്പോൾ ഇവരുടെ സപ്പോർട്ട് ഇല്ലാതെ BJP ഓർഗാനിക് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ അവരുടെ ഒരു കോർ വോട്ട് കൊണ്ട് BJP കേരളത്തിൽ വരാൻ പറ്റത്തില്ല. കാര്യം കേരളത്തിൽ BJPയുടെ കോർ വോട്ടേഴ്സ് എന്ന് പറഞ്ഞാല് സവർണ ഹിന്ദുസ് ആണ്. അതും എല്ലാവരും ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അവര് മാത്രമേ ഉള്ളൂ. അതാണ് ഓൾമോസ്റ്റ് 15% എന്ന് പറയുന്നതാണ് ആ ഒരു സവർണ ഹിന്ദുസിന്റെ ഒരു പെർസെന്റേജ്. അപ്പൊ അതാണ് സംഭവം. ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ LDFന്റെ സാധ്യത അത് ജയിക്കോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവരും ഈ പറഞ്ഞ പോലെ ഈ അവരും ഇലക്ഷനൊക്കെ നിർത്തുന്ന എല്ലാം മതപരമായ കമ്മ്യൂണിറ്റികളിലെ അവരുടെ ഇതൊക്കെ നോക്കി തന്നെയാണ്. പ്രത്യയശാസ്ത്രത്തിൽ ഒരു വശത്തുണ്ടെങ്കിൽ പോലും. പിന്നെ UDFന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാല് പടലപ്പിളക്കങ്ങളാണ്. അവിടെ എല്ലാവർക്കും മുഖ്യമന്ത്രിയാകണം. അതിന് MP സ്ഥാനം ഉള്ളവർക്ക് സീറ്റ് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ടും പല ആൾക്കാരും ഉദാഹരണക്കുള്ള ആൾക്കാരൊക്കെ അതിനുവേണ്ടി സീറ്റിന് വേണ്ടി വാദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ് വേണ്ടത്. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഒന്ന് പടലപ്പിടക്കങ്ങൾ, ഇവർ തമ്മിൽ അന്യോന്യം കുട്ടികളുടെ ഗ്രൂപ്പുകൾ A പിന്നെ ഐയും പിന്നെ അല്ലാത്ത പല പല ഗ്രൂപ്പുകൾ തമ്മിൽ അന്യോന്യം പായ വെക്കുക, സീറ്റ് കിട്ടിയില്ലെങ്കിൽ മറ്റേ ഗ്രൂപ്പിന് വെക്കുക, ഇതൊക്കെ നടക്കാനുള്ള സാധ്യതയാണ്. പക്ഷെ എല്ലാവരും ഇവിടെ ജയിച്ചിട്ടില്ലേ, UDF അധികാരത്തിൽ വന്നിട്ടുണ്ട് ഈ പടലപ്പിടക്കങ്ങളുള്ള. പിന്നെ രണ്ടാമത്തെ കാര്യം,
ഈ മുസ്ലിം ലീഗിനെ പിടിക്കുന്നത് കൊണ്ട് എന്താണ്, മുസ്ലിം ലീഗാണ് അവിടെ അപ്രമാദിത്വം ഉണ്ടാവും. അതായത് അവരാണ് രണ്ടാമത്തെ കക്ഷി, അവര് ഭയങ്കര അപ്രമാദിത്വം ഉണ്ടാവും. ചിലപ്പോ ഈവൻ അവർക്ക് കൂടുതൽ സീറ്റ് ജയിച്ചു വരാൻ പറ്റി കഴിഞ്ഞാൽ അവർ മുഖ്യമന്ത്രി സ്ഥാനം വരെ ആവശ്യപ്പെടാനുള്ള സാധ്യത. അപ്പൊ അങ്ങനെ ഒരു സ്ഥാനത്ത് ഒരു ഭൂരിപക്ഷം മുസ്ലിം ക്രിസ്ത്യൻസും UDF ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് തന്നെ കേരള കോൺഗ്രസ് പോലൊരു പാർട്ടി അവിടെ ഇല്ലതാണ്. BJP ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ പോലും അത് മാത്രം എഫക്റ്റീവ് ആണെന്ന് എനിക്കറിയില്ല. പിന്നെ രണ്ടാമത് പിന്നെ ഹിന്ദുസും വോട്ട് ചെയ്യത്തില്ല ഈ ഒരു കാരണം കൊണ്ട്. ഹിന്ദുസ് പറഞ്ഞ സവർണ ഹിന്ദുസ്. പിന്നെ അല്ലാത്ത ഹിന്ദുസ് ഞാൻ പറഞ്ഞതുപോലെ അവർ മോശപക്ഷവും ഇടതുപക്ഷത്തിന്റെ കൂടെയാണ്. പിന്നെ കുറെ ഇവിടെ ഉള്ളവര് എനിക്കറിയത്തില്ല, അവരിനി പോയി ഈ ഒരു കാരണം കൊണ്ട് BJP പോയി ചെയ്യുമോ എന്നും അറിയത്തില്ല. ഇതാണ് ഒരു സംഭവം. അപ്പം ഒരു വോട്ടറെ സംബന്ധിച്ചോളം, പല വോട്ടേഴ്സ് ഇപ്പം സവർണ ഹിന്ദുസിനെ സംബന്ധിച്ചോളം അവർക്ക് അവർ BJP തന്നെ വോട്ട് ചെയ്യും. അല്ലാത്ത ഹിന്ദുസ് CPM-ലുള്ളവര് അവർക്ക് വോട്ട് ചെയ്യും. പിന്നെ ബാക്കിയുള്ളവർ എന്ത് ചെയ്യണമെന്ന് അവർക്കൊരു ഒരു ഒരു കൺഫ്യൂഷനാണ്. ക്രിസ്ത്യൻസിന്റെ കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷനുണ്ട്. UDF ചെയ്താലും പ്രശ്നമാണ്, LDF ചെയ്താലും അവിടെയും അപ്രമാദിത്വമാണ്. പിന്നെ BJP ചെയ്താലും ഈ പറഞ്ഞ പോലെ ഇന്നല്ലെങ്കിൽ നാളെ അത് പാരയായി മാറും എന്നുള്ളൊരു ചിന്തയായി. അങ്ങനെ ഈ മുസ്ലിംസിനെ സംബന്ധിച്ചോളം അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു ഒന്നിൽ ഇപ്പം UDF അവർ വോട്ട് ചെയ്യില്ല. UDF-ലാണ് അവർക്ക് ഒരു പ്രാതിനിധ്യം കൂടുതലുള്ളത്. മുസ്ലിം ലീഗ് ഉണ്ട്, പിന്നെ ജമാഅത്ത് ഇസ്ലാമി, ഇവരെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ LDF-ലാണെങ്കിലും മുസ്ലിം ലീഗ് ഒരു പാർട്ടി ഇല്ലെങ്കിലും മുസ്ലിംസിനെ ശരിക്കും പ്രീണിപ്പിക്കുന്നുണ്ട് LDF എന്നുള്ളതാണ് സത്യം. അപ്പം അവിടെ പാർട്ടികളില് ധാരാളം മുസ്ലിങ്ങള് നല്ല ലെവലില് ഉണ്ടെന്നുള്ളതാണ് സത്യം. അപ്പൊ ആ ഒരു അവസ്ഥയില് പല വിഭാഗക്കാരും പിന്നെ എന്താണ് ഈ മൂന്നിന്റെ ഇടയില് ആർക്ക് വോട്ട് ചെയ്യണം, അതായത് മാർജിൻ. ഇപ്പം കേരളത്തിലെ ഇലക്ഷനിൽ വളരെ മാർജിൻ വളരെ കുറവാണ്. ഈ അധികം വലിയ കോർ പാർട്ടി അനുഭവമുള്ളത്, അല്ലെങ്കിൽ എപ്പോഴും ഒരു പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചെയ്യുന്നത്, ചിലപ്പം കാൻഡിഡേറ്റ്സിന്റെ ബേസിസ് വോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ കാലത്തെ അവസ്ഥയിൽ വോട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, അന്നേരത്തെ അവസ്ഥ ആ ഒരു സിറ്റുവേഷനിലായിരിക്കും വോട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷനാണ് ആർക്ക് ചെയ്യണമെന്നുള്ളത്. അവരാണ് ആക്ച്വലി ആ മാർജിൻ, ആ ജയത്തിന്റെ മാർജിൻ ഡിസൈഡ് ചെയ്യുന്ന പ്രാക്ടീസ്. അതാണ് നമുക്ക് കണ്ടുവരേണ്ടത് അവരെങ്ങനെയാണ്. ഞാൻ ഇതിനകത്ത് പറഞ്ഞത് മുഴുവൻ ആക്ച്വലി ഒരു കമ്മ്യൂണിറ്റി മതം ഉപയോഗിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ശരിക്കും അത് തന്നെയാണ് അവിടെ കേരളത്തിൽ നടക്കുന്നത്, യാതൊരു സംശയമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു പരിധിവരെ പിന്നെ അതിന് അപ്പുറമായിട്ട് അവരുണ്ടെന്ന് പറഞ്ഞാലും പല കാര്യങ്ങളിലും ഇതിന്റെ ഓരോ പാർട്ടി കാൻഡിഡേറ്റിന്റെ തീരുമാനവും അല്ലാത്ത കാര്യങ്ങളും പിന്നെ ഒക്കെ അതിന്റെ ബേസിസ് ചെയ്യുന്നുണ്ടെന്നതാണ്. എനിവേ, നമുക്ക് നോക്കാം എന്താണ് ഈ ദിവസം ഈ ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. നമ്മൾ നോക്കി കാണുന്നത് LDF മൂന്നാമത്തെ ടൈം ചെയ്യുമോ, UDF പിടിച്ചെടുക്കുമോ, UDF പിടിച്ചെടുത്താൽ അവരെ ആരെ മുഖ്യമന്ത്രിയാക്കും, അത് എത്രമാത്രം സ്മൂത്ത് ആയിട്ട് പോകും. ഇപ്പം 10 വർഷം കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ LDF ചെയ്തിരുന്നതാണ് സത്യമാണ്. അതിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അതിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ പല കാര്യങ്ങളും അതിപ്പം കൊച്ചി മെട്രോ ഒക്കെ അവരാണ് ചെയ്തെന്നുള്ള രീതിയിലാണ് LDF വാദിച്ചത്. വിഴിഞ്ഞം തന്നെ അവരുടേതാണ്. ഇതൊക്കെ തുടങ്ങിയത് എവിടെയാണ്? ഇപ്പൊ ഇത് തുടങ്ങിയ പല കാര്യങ്ങളും അടുത്ത ഗവൺമെന്റ് ആയിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് ആർക്കാണ്? ഇതെല്ലാം ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റി ആയിരിക്കും. അങ്ങനെ നമുക്ക് അറിയാം ആര് ഭരണം നടത്തും. പിന്നെ നോക്കുന്ന ഒരു കാര്യം തന്നെ BJP എത്ര സീറ്റ് കൂടിക്ക്, എത്ര പെർസെന്റേജ് സീറ്റ് ഉണ്ടാവും, അവർക്ക് കേരള രാഷ്ട്രീയത്തിൽ എന്തുമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റും, എസ്പെഷ്യലി ഒരു ഗവൺമെന്റ് രൂപീകരണത്തിൽ എന്നൊക്കെയുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അതായത് കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കിയത് ഇവിടെ കേരളത്തിലേക്കുള്ള എൻട്രി ആണെന്നും അത് കേരളം ഇന്നല്ലെങ്കിൽ നാളെ കേരളം BJP ഭരണത്തിൽ വരുമെന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശുദ്ധാസംബന്ധം. ഞാൻ പറഞ്ഞ പോലെ 15% ആണ് അവരുടെ കോർ വോട്ട്. അത് മുന്നോട്ടും പോകത്തില്ല, പുറകോട്ടും പോകത്തില്ല. അതുകൊണ്ട് കേരളത്തിലെ ഇലക്ഷനെ ജയിക്കാൻ പറ്റില്ല. അതിന് വേറെ സപ്പോർട്ട് വേണം. ആ സപ്പോർട്ട് എങ്ങനെ കിട്ടും, ആ ഒരു ട്രസ്റ്റ് എങ്ങനെ നേടിയെടുക്കാമെന്നുള്ള ബേസിസിൽ അവരുടെ ഇത് ഇന്ന് നല്ല ഇതോ അടുത്തതോ അത് കുറെ കഴിഞ്ഞിട്ട് എനിവേ ലെറ്റ്സ് സീ. അപ്പം അതിന്റെ ഒരു ചൂണ്ടുവലകോ ആയിരിക്കാം ചിലപ്പോൾ ഈ ഇലക്ഷൻ. സോ നമുക്ക് കാത്തിരിക്കാം.